വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. 9ാമത്തെ ചാപ്റ്റർ ഹൈഡ്രജൻ. അതിലെ ലാസ്റ്റ് പാർട്ട്, 2 പാർട്ടേ ഉള്ളൂ, ചെറിയൊരു സെക്ഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് നീണ്ടിട്ടുണ്ടാവും. ഞാൻ എടുക്കുന്ന വീഡിയോകൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നീണ്ടിട്ടുണ്ടാവും, പ്രശ്നമാക്കണ്ട കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കേണ്ടത് കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ ഫസ്റ്റത്തെങ്കിലും പഠിക്കണം. അതിലെ മറ്റൊരു കാര്യം എന്താണ് വാട്ടർ ഗ്യാസ്, അല്ലെങ്കിൽ സിൻ ഗ്യാസ്, അല്ലെങ്കിൽ സിന്തറ്റിക് ഗ്യാസ് എന്താണ് CO+H2. ബാക്കി കഴിയുന്നവരൊക്കെ പഠിക്കാം. ഇതെന്തായാലും പഠിക്കണം. പിന്നെ ഹൈറ്റൈഡ് എന്താ, അവകളുടെ ക്ലാസിഫിക്കേഷൻ എന്താ, എക്സാമ്പിളുകളും, പിന്നെ ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് ആയിട്ടും, അതുപോലെ ഇല്ലാതെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്ന ഇതൊക്കെ പറഞ്ഞല്ലോ, പഠിക്കുക. അത് കഴിഞ്ഞ ക്ലാസ് കാണുമ്പോൾ കേട്ടവർക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, ഇന്ന് നമ്മൾ വളരെ ചെറിയ സെക്ഷൻ, അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ചോദിക്കും. 2 എന്ന് വെച്ചാൽ 2 ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ മാസം 8ാം തീയതിയാണ്. നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഒരുപക്ഷെ കുറെ ദിവസമായിട്ടുണ്ടാകും. ഞാൻ ആദ്യമായി യൂട്യൂബിൽ ഒരു ABCD പോലും അറിയാതെ ക്ലാസ് തുടങ്ങിയത് ജൂൺ മാസം 10ാം തീയതിയാണ്. 1 വർഷം ആവാറായി. പിന്നെ എന്തിനേറെ കുട്ടികൾ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ എന്നോട് ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാത്തത്? അതൊക്കെ വേണ്ടവർ ചെയ്യുമല്ലോ എന്ന പ്രതീക്ഷയോട് കൂടി. അല്ലാതെ നിങ്ങളുടെ രക്ഷിതാക്കളൊന്നും പോയി കെമിസ്ട്രി കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ? ഇല്ലല്ലോ. പിന്നെ എൻ്റെ സ്കൂളിലെ കുട്ടികളെ അവർ വീട്ടുകാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം. നമ്മളുടെ സ്നേഹം കൊണ്ടാണ്. അത് കഴിഞ്ഞ വർഷം ഞാൻ തുടങ്ങിയ എൻ്റെ ഇപ്പോൾ 2nd ഇയർ പരീക്ഷ എഴുതി പ്രാക്ടിക്കൽ പരീക്ഷ കാത്തിരിക്കുന്ന കുട്ടികളും, അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങളെ പോലെയുള്ള കുട്ടികളൊക്കെ അവർ വീട്ടുകാരെ കൊണ്ടും ഏതെല്ലാം ഫോണുണ്ടോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തുടക്കത്തിൽ സഹകരിച്ചിട്ടുണ്ട്. എനിവേ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ കഴിയുന്ന ക്ലാസ്സുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്താം. ഈ ഓർമ്മപ്പെടുത്തണം, എന്നാലേ ഓർമ്മ വരുള്ളൂ എന്നും ചില കുട്ടികൾ പറയുന്നതുകൊണ്ട് ഓക്കെ, നിങ്ങൾ ഉപകരിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഇത് എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടരാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം വാട്ടർ. അതില്ലാതെ എന്ത് ചെയ്യാനല്ലേ? വാട്ടർ എന്താ വാട്ടർ എന്ന് ചോദിച്ചാല് അത് വാട്ടർ തന്നെ, അങ്ങനെയല്ല. അതിന് ഡെഫിനേഷൻ ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കൂല. എന്നാലും ഞാൻ സിമ്പിൾ ഡെഫിനേഷൻ പറഞ്ഞുതരാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് നാച്ചുറൽ ലിക്വിഡ് എസെൻഷ്യൽ ഫോർ ലിവിങ് തിങ്സ്. ജീവജാലങ്ങൾക്ക് അത്യാവശ്യമായ ഒരു പ്രധാനപ്പെട്ട നാച്ചുറലി കിട്ടുന്ന എന്താണ് ദ്രാവകമാണ് വെള്ളം. നാച്ചുറൽ കിട്ടുന്ന കേട്ടോ. വാട്ടർ ലിക്വിഡ് ആയിട്ട്, സോളിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒന്നും പ്രശ്നമില്ലാതെ കിട്ടുന്ന ലിക്വിഡ് സ്റ്റേറ്റ് നാച്ചുറലാണ്. ഓക്കെ, അല്ലാതെ H2+O2 ചേർത്ത് വാട്ടർ ആരും ഉണ്ടാക്കാറില്ല. എനിവേ പോട്ടെ, ഈ വാട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് വാട്ടർ ഷുവർ ആണ് നിങ്ങൾക്ക് 2 or 4 മാർക്കിന്, അല്ലെങ്കിൽ 3 മാർക്കിന് എന്തിനും ചോദിക്കാൻ പറ്റിയ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മള് ഈ പുഴയുടെ വക്കുള്ള ആളുകളുണ്ടെങ്കിൽ, അടുത്തുള്ള ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾ പുഴയിൽ നിന്ന്, അത് പ്രത്യേകിച്ച് കലക്ക് വെള്ളമാണെങ്കിൽ, ചെറിയൊരു കലക്ക് വെള്ളമാണെങ്കിൽ, വസ്ത്രം അലക്കാൻ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ സാബൂൻ എന്നൊക്കെ പറയട്ടോ, അലക്ക് സോപ്പില്ലേ, ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ പത കുറവായിരിക്കും പൊതുവെ. നമ്മളെ വീട്ടിലെ കിണർ, കുഴൽക്കിണറിലും ചെറിയൊരു വിഷയമുണ്ട്. വീട്ടിലെ ബോർവെല്ല് എന്നുള്ള ചെറിയ പ്രശ്നം. കുഴൽക്കിണർ ഓപ്പൺ വെല്ലില്ലേ, കിണർ വെള്ളം, അതിൽ നല്ലവണ്ണം സോപ്പ് പതയും. ഇങ്ങനെ സോപ്പിൻ പത നോക്കിയിട്ട് വാട്ടറിനെ 2 ആയിട്ട് തിരിക്കാം. പതങ്ങനെ പാളി നോക്കല്ല ഉദ്ദേശിച്ചത്, പതയുടെ അളവ് അനുസരിച്ച്. ചില വാട്ടർ വളരെ പെട്ടെന്ന് എന്ത് തരും, പത തരും. ഇങ്ങനെ പെട്ടെന്ന് പത തരുന്ന വാട്ടറിനെ നമ്മൾ സോഫ്റ്റ് വാട്ടർ എന്ന്. അപ്പൊ തൊടുമ്പോ ഇങ്ങനെ സോഫ്റ്റ് ആയ വാട്ടർ അല്ല കേട്ടോ, അത് പറച്ചിൽ എങ്ങനെയാണ്. ഓക്കെ, അപ്പോ ചിലപ്പോ വാക്കുമായിട്ടൊന്നും മീനിങ് ഒത്തുവരണം എന്നില്ല. സോഫ്റ്റ് വാട്ടറിലെ പ്രത്യേകത എന്താണ്, പത പെട്ടെന്ന് തരും. അടുത്തത് പത സാവധാനം തരൂല എന്നല്ല, കുറച്ച് സോപ്പ് വേസ്റ്റ് ആവും. ആദ്യം കൊടുക്കുന്ന സോപ്പൊക്കെ ഇതെന്ത് ചെയ്യും, ഈ വെള്ളത്തിൽ ഒരു സാധനം ഉണ്ട്, കെമിക്കൽ ഉണ്ട്, അതിനെ ഒഴിവാക്കാൻ ഉപയോഗിക്കും. അപ്പൊ നമ്മള് ഒരു കഷ്ണം സോപ്പുള്ളടുത്ത് ചിലപ്പോ ഒരു 1.5 കഷ്ണം സോപ്പ് ഉപയോഗിക്കേണ്ടി വരും അലക്കാൻ. ഇങ്ങനെ പത പൊതുവെ കുറച്ച് തരുന്ന, സാവധാനം തരുന്ന വാട്ടറിനെ ഹാർഡ് വാട്ടർ എന്നാ വിളിക്കുക. ഈ ഹാർഡ് എന്ന് വായിക്കുക, ഹാർഡല്ല, സ്പെല്ലിങ് കാണിക്കും. ഹാർഡ് വാട്ടറിന് കാരണക്കാരൻ അതില് കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ചില കോമ്പൗണ്ടുകൾ ഉള്ളത് കൊണ്ടാണ്. കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുക, കാൽസ്യം ഓർ മെഗ്നീഷ്യം സാൾട്ടുകൾ എന്ന് വിളിക്കുക. അപ്പോൾ സാൾട്ട് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയെന്നൊക്കെ വിശദമായിട്ടുണ്ട്, ഞാനത് ജസ്റ്റ് പറയാം, അത് ഇവിടെ വേണ്ട. എന്നാലും ഓർത്തിരുന്നു ഏതൊക്കെയാണ് കാൽസ്യത്തിന്റെ കോമ്പൗണ്ടുകൾ എന്ന്. ഹാർഡ്നെസ്സിന് കാരണമായ ഏതൊക്കെ അറിയോ? ഒന്ന് കാൽസ്യം ബൈകാർബണേറ്റ്, മറ്റൊന്ന് കാൽസ്യം ക്ലോറൈഡ്, മറ്റൊന്ന് കാൽസ്യം സൾഫേറ്റ്. ഇനി മെഗ്നീഷ്യം ആണെങ്കിൽ അങ്ങനെ മെഗ്നീഷ്യം ബൈസൾഫേറ്റ്, മറ്റൊന്ന് മെഗ്നീഷ്യം ക്ലോറൈഡ്, മറ്റൊന്ന് മെഗ്നീഷ്യം ബൈകാർബണേറ്റ്,
മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ്. രണ്ടും കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റോ ക്ലോറൈഡോ സൾഫേറ്റോ. ഇതാണ് എന്ത് ഹാർഡ്നെസിന് കാരണം. സോ ഹൗ വാട്ടർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ബിഹേവിയർ ടുവാർഡ്സ് ഓഫ് ബേസ്ഡ് ഓൺ ബിഹേവിയർ ടുവാർഡ്സ് ഓഫ് there are two types of water. രണ്ട് കോളത്തിൽ കാണിക്കുക, സോഫ്റ്റ് വാട്ടർ ആൻഡ് ഹാർഡ് വാട്ടർ. വാട്ട് ഈസ് സോഫ്റ്റ് വാട്ടർ? വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ ഇത്. ടൈപ്സ് ഓഫ് വാട്ടർ വളരെ ഇമ്പോർട്ടന്റ്. വാട്ടർ വിച്ച് ഗീവ്സ് ലേതർ, ലേതർ എന്ന് പറഞ്ഞാൽ പദം എഴുതി വെച്ചോ, റെഡിലി വിത്ത് സോപ്പ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ കാൽസ്യം ഓർ മെഗ്നീഷ്യം സാൾട്ട്. അതിലെ സാൾട്ടും മെഗ്നീഷ്യം കാൽസ്യം സാൾട്ട് ഇല്ല. എന്താ ഹാർഡ് വാട്ടർ? വാട്ടർ വിച്ച് ഡസ് നോട്ട് ഗീവ്സ് ലേതർ റെഡിലി. ഡസ് നോട്ട് കൊടുത്താൽ മതി. ഇനി ഗ്ലാമർ മിസ്റ്റേക്ക് ഉണ്ടോ? ഡു നോട്ട് ആണോ ഡസ് നോട്ട് ആണോ സംശയമുള്ള അനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. നമ്മൾ അത്ര ഗ്ലാമർ നോക്കാറില്ല, ഗ്രാമർ നോക്കാറില്ല. ദെൻ ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു, എന്തുകൊണ്ട് ഹാർഡ്നെസ്? കാൽസ്യം ഓർ മെഗ്നീഷ്യം എന്ന് വായിക്കുക, സാൾട്ട്. ഈ കാൽസ്യം ഓർ മെഗ്നീഷ്യം സാൾട്ട് ഏതൊക്കെയാണ്? ഫോക്കസ് ഏരിയ അല്ലാത്ത ഭാഗത്ത് വരുന്നുണ്ട്. കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യം ബൈ കാർബണേറ്റ് എന്ന HCO3, ക്ലോറൈഡ് എന്ന Cl, സൾഫേറ്റ് എന്ന SO4. ഇതിൽ തന്നെ ഹാർഡ് വാട്ടർ വീണ്ടും രണ്ടുണ്ട്, പെർമനന്റ് ഹാർഡ്, ടെമ്പററി ഹാർഡ്, അതിന്റെ റിമൂവൽ, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പോട്ടെ, അതൊന്നും ഫോക്കസ് ഏരിയ ഇല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഏതിലാണ് സോപ്പ് വേസ്റ്റ് ആവുക? ഹാർഡ് വാട്ടറിൽ. വൈ? നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന സോപ്പില്ലേ, പതക്കൂല എന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പതവൂല. അപ്പൊ ഈ സോപ്പിന്റെ പണി എന്താ അറിയാ, ഈ വെള്ളത്തിലുള്ള കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ഒക്കെ സാൾട്ടിനെ അടിച്ച്, എന്താ പറയാ, മീൻസ് അങ്ങ് പ്രസിപ്പിറ്റേറ്റ്, അടിയിലേക്ക് അടിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ആദ്യം കൊടുത്ത സോപ്പ് അതിനുപയോഗിക്കും, പിന്നീട് പതയാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വാട്ടറിന്റെ, ഹാർഡ് വാട്ടറിന്റെ ഡിസ്അഡ്വാൻറ്റേജാ. ഡിസ്അഡ്വാൻറ്റേജ് ഒരുപാടുണ്ട്. കലങ്ങിയ വെള്ളം എന്ന് മനസ്സിലാക്കുക ഹാർഡ് വാട്ടർ. ഓക്കെ, 100% കലങ്ങിയെന്ന് വിശ്വസിക്കേണ്ട, കലങ്ങിയതൊക്കെ ഹാർഡാന്നുള്ള വിശ്വസിക്കും. നമ്മൾ നല്ല സുഖമാണ്. ഡിസ്അഡ്വാൻറ്റേജ് എഴുതുമ്പോൾ എങ്ങനെ നല്ല സുഖം ഞാൻ പറഞ്ഞേ, ഡിസ്അഡ്വാൻറ്റേജ് എഴുതുമ്പോൾ നോട്ട് യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്, നോട്ട് യൂസ്ഡ് ഫോർ ബാത്തിങ്, നോട്ട് യൂസ്ഡ് ഫോർ വാഷിംഗ് എന്നൊക്കെ കൊടുക്കാം. ഈ വാഷിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെന്ന് വിളിക്കും? ലോണ്ട്രി എന്ന് വിളിക്കാറുണ്ട് കേട്ടോ, ലോണ്ട്രി. അപ്പൊ വാട്ട് ആർ ദി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ? ആൻസർ, ഇൻ ലോണ്ട്രി പർപ്പസ് ഇറ്റ് കോസ് വേസ്റ്റേജ് ഓഫ് സോപ്പ്. അതാണ്. ഓക്കെ, ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആ സിമ്പിൾ സെന്റൻസിൽ നോട്ട് യൂസ്ഡ് ഫോർ ബാത്തിങ്, ഡ്രിങ്കിങ്, വാഷിംഗ് എക്സെട്ര എന്ന് എന്ത് ചെയ്യാവുന്നതാണ്? കൊടുക്കാവുന്നതാണ്. അപ്പൊ പ്രത്യേകം ഓർത്തിരിക്കുക. ദെൻ ഒന്നാമത്തത്, ഇറ്റ് കോസ് വേസ്റ്റേജ് ഓഫ് സോപ്പ് ഇൻ ലോണ്ട്രി. ആ ലോണ്ട്രിയിൽ എങ്ങനെയാ സോപ്പ് വേസ്റ്റ് ആവുന്നത് എന്ന് താല്പര്യമുള്ളവർക്ക് പഠിക്കാം. ആദ്യം സോപ്പ് എന്താന്ന് ഞാൻ ഫോർമുല ചെയ്തു. നിങ്ങൾക്കറിയോ സോപ്പ് എന്താന്ന്? CBSE 10th പഠിച്ചിട്ടുണ്ട്. എന്താ? C17 H35, കേട്ടണോ? C17 H35 COONA അല്ലെങ്കിൽ COOK, സോഡിയം ഓർ പൊട്ടാസ്യം സ്റ്റിയറിറ്റിക് അല്ലെങ്കിൽ പാമിറ്റേറ്റ്, അല്ലെ? സ്റ്റിയറിക് ഓർ പാമിറ്റിക് ആസിഡ്, ഇതിനല്ലേ നമ്മൾ പറയാറ്. അപ്പൊ ജനറൽ ആയിട്ട് സോപ്പിന് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടാണ്ട്, സോപ്പിന്റെ പൊതു ഫോർമുല CR COONA എന്ന് പഠിക്കുക. ഈ സോപ്പ് ഏതിലേക്ക് ഒഴിക്കും? കലങ്ങിയ വെള്ളം. കലങ്ങിയ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? കാൽസ്യം ഓർ, എന്റെ ഒരു ശൈലി കേട്ടോ, കലങ്ങിയ വെള്ളം ഹാർഡ് വാട്ടർ ആണ് എന്നുള്ളത്. കാൽസ്യം ഓർ മെഗ്നീഷ്യം. അപ്പൊ കാൽസ്യമോ മെഗ്നീഷ്യോ സാൾട്ട്. സാൾട്ട് എന്ന് പറയുമ്പോൾ അവൾ ചാർജ് വെക്കണം. അപ്പൊ Ca2+ എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ Mg2+ എന്ന് എഴുതിയാൽ മതി. ജനറൽ ആയിട്ട് M2+ നോക്കുക. നോക്കൂ, ഇതാണ് എന്റെ ഇക്വേഷൻ. നോക്കൂ, RCONA സോപ്പ്, M എന്ന് പറഞ്ഞാൽ കാൽസ്യാവ മെഗ്നീഷ്യാവ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? സോപ്പ് ഇതിലേക്ക് ഇടുമ്പോൾ ഈ കാൽസ്യം മെഗ്നീഷ്യത്തിനകത്ത് ഈ സോപ്പ് എന്ത് ചെയ്യുന്ന അറിയോ? കൂടിച്ചേർന്ന് താഴേക്ക് അടിഞ്ഞ് കൂടാൻ സമ്മതിക്കും. അങ്ങനെ അടിയിച്ച ശേഷം പദം ഉണ്ടാക്കും. നോക്കൂ, സോപ്പ് ഇത് ആക്വസ്, വെള്ളമാണ്, സൊല്യൂഷൻ ആണ്. സ്കം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ്. സ്കം എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ്, അടിയിൽ കൂടുന്ന സാധനം. അപ്പോ എങ്ങനെയാണ് സോപ്പ് ലോണ്ട്രിയിൽ എന്താകുന്നത്, വേസ്റ്റേജ് ആക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ കഴിയുന്നവർ പഠിച്ചു, ഇല്ലെങ്കിൽ സെന്റൻസ് പഠിച്ചാലും മതി. നല്ലതാണ് ഇക്വേഷൻ കൂടി. ഇക്വേഷൻ കണ്ടാൽ ഞങ്ങൾ മാർക്കാണ് കൊടുക്കും. സോ വാട്ട് ആർ ദി ഡിസ്അഡ്വാൻറ്റേജ്? ഒന്ന്, ഇറ്റ് കോസ് വേസ്റ്റേജ് ഓഫ് സോപ്പ് ഇൻ ലോണ്ട്രി. ഇൻ ലോണ്ട്രി എന്ന് എഴുതാം, ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഇക്വേഷൻ താല്പര്യമുള്ളവർ. അടുത്ത ഞാൻ ഒരു ചിത്രം കാണിക്കാം. അതിനു മുമ്പ് ആ ചിത്രം ഇപ്പൊ വരും കേട്ടോ. അടുത്ത ഡിസ്അഡ്വാൻറ്റേജ്, ഇറ്റ് കോസ് ഫോർമേഷൻ ഓഫ് സ്കെയില് അല്ലെങ്കിൽ സ്ലഡ്ജ് ഇൻ ബോയിലർ. ബോയിലർ എന്ന് പറഞ്ഞാൽ ഇതാ സാധനം, വെള്ളം തിളപ്പിക്കുന്ന, നമ്മളെ പെട്രോൾ ടാങ്ക്, വലിയൊക്കെ ലോറിന്റെ ഒക്കെ ടാങ്ക് പോലെ അല്ലെ, ഇതിൽ വെള്ളം എടുക്കും. സാധാരണ നല്ല സോഫ്റ്റ് വാട്ടർ എടുക്കുക, അഥവാ ഹാർഡ് വാട്ടർ എടുത്താൽ, അല്ലെങ്കിൽ കലങ്ങിയ വെള്ളം മനസ്സിലാക്കിക്കോ, എടുത്താൽ എന്താ, ഇത് ചൂടാക്കുന്ന സാധനം, ബോയിൽ ചെയ്യുക. ഇങ്ങനെ ചൂട് ഇങ്ങനെ കൊടുക്കുമ്പോഴേ നീരാവി, സ്റ്റീം ഇതിൽ കൂടെ ഇങ്ങനെ പോകും. ആ സ്റ്റീമിനെ ഇലക്ട്രിസിറ്റി മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ട ഈ സാധന സ്റ്റീം, ഇത് എന്റെ വക വരച്ചതാണ്, അല്ല എന്റെ വക കാണിച്ചതാണ്. ഇതിന് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന കലങ്ങിയ വെള്ളം എടുത്ത എന്താ പ്രശ്നം അറിയ നിങ്ങള്? കലങ്ങിയ വെള്ളം ചൂടാക്കിയിട്ടുണ്ടോ നിങ്ങള്? ചൂടാക്കി നിങ്ങൾ കുറച്ച് സെറ്റ് ചെയ്ത് നോക്ക്.
അത് അടിയിൽ അടിഞ്ഞുകൂടും. ഇങ്ങനെ ഹാർഡ് വാട്ടറും ഇതുപോലെ ഹാർഡ് വാട്ടർ ആണ് ഇതിന്റെ ഉള്ളിൽ എടുത്താൽ ഈ ഹാർഡ് വാട്ടറിൽ ചെളി അടിയിൽ അടിഞ്ഞുകൂടും. അടിഞ്ഞുകൂടി എന്താ പ്രശ്നം? ഇത് തുരുമ്പിടിക്കുക, അല്ലെങ്കിൽ ഇവിടെ ചൂട് നമ്മൾ കുറെ വേസ്റ്റ് ആവും. കാരണം കൊടുക്കുന്ന ചൂട് ആ ചെളിക്കാണ് കൊടുങ്ങുക. ദെൻ മാത്രമല്ല, കാലങ്ങൾ കൊണ്ട് ഇത് തകർന്ന് തരിപ്പണായി പോയേക്കാം. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ. ഇങ്ങനെ താഴ്ഭാഗത്ത് അടിഞ്ഞുകൂടുന്ന ആ കട്ടിയുള്ള ചെളിയില്ലേ, അതിന് സിമ്പിൾ ആയിട്ട്, ഇത് എന്റെ ഒരു ശൈലിയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ഡെഫിനേഷൻ പറയുന്നത്, അതിന് വിളിക്കുന്ന പേരാ സ്കെയില് അല്ലെങ്കിൽ സ്ലൈഡ്സ്. സോ ചിലപ്പോ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. What is the disadvantage of hard water in boiler? Answer: it cause formation of scale അല്ലെങ്കിൽ സ്ലൈഡ്സ്. എന്താ സ്കെയില് ഞാൻ എഴുതുന്നുണ്ട്. ആ സ്കെയില് മീൻസ് ഞാൻ എഴുതിയിട്ടില്ല, താല്പര്യമുള്ളവർക്ക് എഴുതി വെക്കാം. സ്കെയിൽ ഈസ് ദി അല്ലെങ്കിൽ സ്ലഡ്ജ് ഈസ് ദി, നമ്മൾ സ്കെയിൽ പറഞ്ഞാൽ കട്ടിയുള്ള ഒരു സാധനമാണല്ലോ, അങ്ങനെ കൊടുത്താൽ മതി. ഹാർഡ് ഡെപ്പോസിറ്റ് ഫോംഡ് അറ്റ് ദി ബോട്ടം പോർഷൻ ഓഫ് ദി ബോയിലർ. ഹാർഡ് ഡെപ്പോസിറ്റ് ഫോംഡ് അറ്റ് ദി ബോട്ടം പോർഷൻ ഓഫ് ദി ബോയിലർ. ബോയിലറിന്റെ താഴ്ഭാഗത്ത് കാണുന്ന കുറച്ച് കട്ടിയുള്ള സാധനത്തിന് എന്ത് വിളിക്കുന്നത്? സ്കെയില്. പിന്നെ മൂന്നാമത്തെ നോട്ട് യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്, വാഷിംഗ്, ബാത്തിങ് എക്സെട്ര. അത് താല്പര്യമുള്ളവർ പഠിക്കും. അപ്പൊ 3 ഡിസഡ്വാൻറ്റേജ്, ഈ മൂന്നാമത്തെ തന്നെ 3 ഉണ്ട്. അപ്പൊ 5 ഡിസഡ്വാൻറ്റേജ് ആയി. പക്ഷെ ആദ്യത്തെ 2 വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, ചോദിക്കും. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇതിൽ വരുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നിങ്ങൾ ഇത് കണ്ടിണോ? ഇല്ലല്ലേ? ഇപ്പത്തെ സാനിറ്റൈസർ ഇല്ലേ, അതിന്റെ ബോട്ടിൽ നോക്കുക, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന സാധനം കണ്ടില്ലേ, അതിലൊരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ബോട്ടിൽ കാണാം. ആ ബോട്ടിലിന്റെ സൈഡിൽ ചിലപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എഴുതി വെച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പെർ ഹൈഡ്രോൾ എന്നറിയപ്പെടും. എന്താണ്? PER, ഹൈഡ്രോൾ, അങ്ങനെ പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്, പെർ ഹൈഡ്രോൾ. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന പെർ ഹൈഡ്രോൾ ആണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉപയോഗിക്കുന്നത്. അത് എന്ത് ബോട്ടില? പ്ലാസ്റ്റിക്കിലാണ് ഉള്ളത്. അല്ലെങ്കിൽ ഗ്ലാസ്സിൽ പറ്റും, പക്ഷെ സാധാ ഗ്ലാസ് ബോട്ടിൽ പറ്റില്ല. ഗ്ലാസ് ബോട്ടിലിന് ചുറ്റുവട്ടത്തും വാക്സ്, മെഴുക് പുരട്ടണം. ഇല്ലെങ്കിൽ എന്താ വിഷയം എന്നറിയോ? ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ എന്തിനാ ഫസ്റ്റ് എയ്ഡിൽ ഉപയോഗിക്കുന്ന മക്കളെ? വീണ് ഓടിക്കൊണ്ടിരിക്കെ ചരലിൽ വീണ് കാലിന്റെ ഉള്ളിലേക്ക് പൊടിപടലങ്ങൾ പോയി എങ്കിൽ ആ പൊടിപടലങ്ങൾ പുറത്തേക്ക് ചാടിക്കാൻ വെള്ളത്തേക്കാൾ നല്ലത് ഹോസ്പിറ്റലൊക്കെ ചെന്ന ഒരു ബോട്ടിൽ ഞെക്കി അങ്ങ് കയറ്റൂലേ, അത് ഒഴിവാക്കൂലേ, ആ ഉള്ളിലേക്കുള്ള വെള്ളമൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കൂലേ, ആ സാധനം ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വെയിൽ തട്ടിയാൽ, ഡാർക്കിൽ അല്ല വെളിച്ചത്ത് വെച്ചാൽ ഇത് എന്ത് ചെയ്യുന്ന അറിയാം? ഹൈഡ്രജൻ പെറോക്സൈഡ് അങ്ങ് മുറിഞ്ഞിട്ട് വാട്ടറും ഓക്സിജൻ ആവും. നിങ്ങൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ പഠിച്ചില്ലേ, ആ ഇക്വേഷൻ ഇവിടെ വേണം. അപ്പൊ പരീക്ഷയുടെ വളരെ സെറ്റപ്പ് ആയ ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദി, അല്ലെങ്കിൽ ഹൗ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റോർഡ്, അല്ലെങ്കിൽ വൈ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റോർ ഇൻ എ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഞാനൊന്ന് കാണിക്കാം. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ പ്ലാസ്റ്റിക് ബോട്ടിൽ, അല്ലെങ്കിൽ വാക്സ് ലൈൻഡ് ഗ്ലാസ് ബോട്ടിൽ. ഇൻ എന്തിലാണ്? ഡാർക്ക്. വൈ ഇങ്ങനെ ചെയ്യുന്നു? ആൻസർ: ബിക്കോസ് ഇറ്റ് ഡീകമ്പോസസ്. ഡീകമ്പോസേഴ്സ് എന്നല്ല, ഇറ്റ് ഡീകമ്പോസസ്. ഈ ആറില്ല, ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്. എന്നിട്ട് ഈക്വേഷൻ എഴുതണം. ഇവിടെ ഇക്വേഷൻ നിർബന്ധമാണ്, ഈക്വേഷൻ എഴുതണം കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് ലൈറ്റിന്റെ പ്രസൻസിൽ ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യും, വാട്ടറും ഓക്സിജൻ ആയിട്ട്. അപ്പൊ വാട്ടർ ആയ പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ആ ഒരു ക്വാളിറ്റി പോയി. ഓക്കെ, ലൈറ്റിന്റെ പ്രസൻസിൽ അപ്പൊ ഡാർക്കിലെ സൂക്ഷിക്കാവില്ല, ഡാർക്ക് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്ത സ്ഥലമല്ലേ. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കുപ്പിയാണെങ്കിൽ, ഗ്ലാസ് ആണെങ്കിൽ അതിലെ ആൽക്കലിന്റെ അംശമുണ്ട്, അപ്പൊ ഇത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും. അതുകൊണ്ട് ആ കുപ്പി പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രശ്നം, നമ്മളെ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ള സാധനം ഒരാള് വീണ് ചരലോ ഓടിക്കൊണ്ടിരിക്കുക, ഇപ്പൊ എന്താ പറയാ, ഗ്രൗണ്ടിൽ വീണ് പോയാൽ സാറേ ഇരുട്ടുള്ള റൂമിൽ കൊണ്ടുപോയിട്ടാണോ ഇവന്റെ കാലൊക്കെ കൈകാറ് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതവിടെ എന്താ ചെയ്യുന്ന നിങ്ങള്, ഇത് പെട്ടെന്ന് വിഘടിക്കാതിരിക്കാൻ വേണ്ടി ചില സ്റ്റെബിലൈസറുകൾ ഉപയോഗിക്കും. ഏതുപോലെ? ഐസ്ക്രീം കണ്ടു നിങ്ങള്, ഐസ്ക്രീം പെട്ടെന്ന് ഉരുകാൻ പാടില്ല, കുറച്ച് ഉരുകും, സാവധാനം ഉരുകാവും. ആ സാവധാനം ഉരുകാൻ വേണ്ടി, അതായത് കുറച്ചു നേരം കട്ടിയിൽ നിലനിർത്താൻ വേണ്ടി ജലാറ്റിൻ എന്ന ഒരു സ്റ്റെബിലൈസർ ഉപയോഗിക്കും. സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ നിലനിർത്താൻ വേണ്ടി. ഇതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ബോട്ടിലേക്ക് ഗ്ലിസറിൻ തുടങ്ങിയ എന്താണ്, കുറച്ച് സ്റ്റെബിലൈസിങ് ഏജന്റുകൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കണം. യൂറിയ, ഗ്ലിസറിൻ, ഫോസ്ഫോറിക് ആസിഡ് എക്സെട്ര ആഡഡ് ടു H2O2 ആസ് എ സ്റ്റെബിലൈസർ. പിന്നെ കുറച്ച് സെന്റൻസ് കണ്ടോ, ഈ ഡീകമ്പോസിഷന്റെ സ്പീഡ് കൂടും ആരുടെ പ്രസൻസിൽ? ആൽക്കലി ഒക്കെ ഉണ്ടെങ്കിൽ. ആൽക്കലി എവിടുന്ന വരിക? ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ ആൽക്കലി ഉണ്ട്, അതുകൊണ്ട് ഗ്ലാസ്സിൽ സൂക്ഷിക്കാൻ പാടില്ല. മറ്റൊന്ന്, ഡസ്റ്റ് പാർട്ടിക്കിൾ, പൊടിപടലങ്ങൾ തട്ടിയാൽ ഇതൊരു ചെറിയൊരു സ്ഫോടനാത്മകമായി പ്രതികരിക്കും, അതായത് എക്സ്പ്ലോസീവ് ഡീകമ്പോസിഷൻ നടക്കും.
അതുകൊണ്ട് പൊടിപടലങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് സൂക്ഷിക്കരുത്. അപ്പൊ വീണ്ടും ഡൗട്ട്, കാലിലേക്ക് ഒഴിക്കുമ്പോൾ പൊടിപടലങ്ങൾ ഉണ്ടാവില്ല, അത് പ്രശ്നമല്ല. അതിലേക്ക് ഇട്ടാല് പ്രശ്നമാണ്. ഈ ലാസ്റ്റത്തെ 3 പോയിന്റ് എൻട്രൻസ് ചെയ്യുന്നവർ സൂക്ഷിക്കുക. പബ്ലിക്കിന് വരാത്തത് കൊണ്ടല്ല, പബ്ലിക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റോറേജ് എന്നുള്ള ഈക്വേഷൻ വരെയുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇതിൽ കാണുന്ന മൊത്തം പറ്റുമെങ്കിൽ പഠിച്ചോ. പിന്നെ ഇതിൽ ഈ 3 എക്സാമ്പിൾ, യൂറിയ, ഗ്ലിസറിൻ, ഫോസ്ഫോറിക് ആസിഡ് എന്നത് വിളിക്കുക, H3PO4. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചില്ലേ, H2PO2 മൈനസ് എന്നൊക്കെ പഠിച്ചില്ലേ? അതായത് അടുത്ത വർഷം പി ബ്ലോക്കിൽ പഠിക്കാനുള്ള കോമ്പൗണ്ടുകളാണ് ഇതൊക്കെ. ഫോക്കസ് ഏരിയന് അതും ഉണ്ടാവൂല കേട്ടാ. എനിവേ, ഇത്രയാണ് ഈ ഭാഗമുള്ളത്. ഇന്നെടുത്ത വാട്ടറിന്റെ ടൈപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസഡ്വാൻറ്റേജ് ഓഫ് ഹാർഡ് വാട്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ ലാസ്റ്റ് സ്റ്റാർ ആസ് യു ലൈക്ക്. ഈ ലാസ്റ്റ് 3 ഏതെങ്കിലും ഒന്നെങ്കിലും പഠിച്ചു വെച്ചാൽ നല്ലത്. ഓക്കെ, നമുക്ക് പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് കുറെ പറഞ്ഞ ഓൺലൈൻ ക്ലാസ് അടിച്ചു പോകുന്ന കരുതിയിട്ടാണ്. ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ ഇതിന്. നമ്മൾ കുഴിനകം എന്ന് പറഞ്ഞ സാധനമില്ലേ, കുഴിനകം, പാറോത്തിന്റെ ഇല എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, എന്താ പറയാന്ന് എനിക്കറിയില്ല. പണ്ട് കാലത്ത് ഒരു സാൻഡ് പേപ്പർ പോലത്തെ ഒരു ഇലയാണത്. മരങ്ങളും നമ്മളെ ജനല് അതൊക്കെ കഴുകാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ഈ കമ്പിയൊന്നും ഇടാൻ പാടില്ല, ഇങ്ങനത്തെ ഇല ഉപയോഗിച്ച് നല്ല ഉരയുള്ള നല്ല ഉരസം ഉള്ള സാൻഡ് പേപ്പർ പോലെയാണത്. ആ മരം, അതിന്റെ മരത്തിന്റെ നീര് ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെ പ്രവർത്തിക്കുന്നു. കുഴിനകമൊക്കെ ഉണ്ടെങ്കിൽ, കുഴിനകം ചില ആളുകൾ പിയാങ്കുത്ത് എന്നൊക്കെ പറയാം, അങ്ങനെ പിജാങ്കുത്ത് എന്നൊക്കെ പറയലില്ലേ മലപ്പുറം ഭാഷയിൽ. എനിവേ, അത് നിങ്ങളെ നാട്ടിനനുസരിച്ച് ഉപയോഗിക്കുക. ഇങ്ങനെ കുഴിനകത്തിന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കാറുണ്ട്. മാത്രമല്ല മുടി, സ്വർണ്ണമുടി ഇല്ലേ, സ്വർണ്ണ കളർ മുടിയാക്കാൻ വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കും. എന്റെ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ കടകളിൽ നിന്ന് മുടി കളർ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് വായിച്ചു നോക്കണം, അതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, സൂചിപ്പിച്ചു സാന്ദ്രവ്യമായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഹൈഡ്രജൻ എന്നുള്ള ചാപ്റ്റർ ഉള്ളത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. സിമ്പിളായ ചാപ്റ്റർ ആണ്, മനസ്സിരുത്തി എന്ത് ചെയ്യണം, പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.